ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങളൊരു യാത്ര പോയതിൻ്റെ വീഡിയോ ആയിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മുതലമടയിൽ വെങ്കൽക്കൈ എന്ന് പറഞ്ഞൊരു ഡാമാണ്. ആ ഡാം വഴി ഞങ്ങളിങ്ങനെ കൊല്ലങ്കോട്, മുതലമട, അതിനുള്ളിൽ കൂടെ ഉള്ളേരിയ കൂടെ, മെയിൻ ടൗണല്ല, ഉള്ളേരിയ കൂടി മാത്രമായിരുന്നു ഞങ്ങൾ യാത്ര ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ട സമയത്ത് നല്ല നല്ല ഭംഗിയുള്ള, എന്താ പറയുക, അതിമനോഹരമായി നമുക്ക് തോന്നിയ സന്ദർഭങ്ങളാണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്ത സമയത്ത് പാർട്ട് ഷൂട്ട് ചെയ്തു. അതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഭംഗി, രണ്ട് സൈഡും ഉണ്ട് ഈ ഡാമിൻ്റെ വശങ്ങൾ. അതിൻ്റെ നടുക്കൂടെയാണ് റോഡ് കേട്ടോ. അപ്പോൾ ഞങ്ങളതിലേ പോയി നേരെ മുതലമട വഴി കയറിയിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഡാമിനക്കരെയൊക്കെ വീടുകൾ, തെങ്ങുംതോപ്പും, അവിടെ റിസോർട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഞങ്ങൾ സൂം ചെയ്ത് നോക്കിയ സമയത്ത് അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാലക്കാട് ഇരിക്കുന്ന സുഹൃത്തുക്കൾ ഇതുപോലെ ഈ വഴിക്കൊന്ന് ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഡാമിൻ്റെ സൈഡിലേക്കൊക്കെ നല്ല രീതിയിൽ കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടൊക്കെയാണ് ഇട്ടിരുന്നത്. പക്ഷേ മെയിൻ്റനൻസ് മാത്രം കുറച്ച് കുറവാണ്. ഇനി ആൾക്കാരെ അവിടേക്ക് പോകാത്ത കൊണ്ടൊക്കെയാണോ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല. മെയിൻ്റനൻസ് മാത്രം സൈഡുകളിലൊന്നും കുറവാണ് കെട്ടിയിരിക്കുന്നത്. എന്നാലും നമുക്ക് ആസ്വദിക്കാനുള്ളതുണ്ട്. നമ്മുടെ ഒരു ദിവസം നമുക്ക് എവിടെയും പോയി ലോങ്ങൊന്നും പോവാതെ നമ്മൾ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങണം എന്നുണ്ടെങ്കിൽ നേരെ മുതലമട, കൊല്ലങ്കോട് വഴി ഉള്ളേരിയ കൂടി ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാണാൻ വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ തെങ്ങുംതോപ്പ്, കവുങ്ങുംതോപ്പ്, അങ്ങനെ ഒട്ടനവധി ഇതുണ്ട്, കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അതേപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല അത്യാവശ്യം വലിയൊരു വീടാണ്. ആ വീടിൻ്റെ ഒരു വേലി ഫെൻസിങ് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെയാണ്. ഇതൊന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കണ്ടോ. ഇത് ചെയ്തിരിക്കുന്ന ഗ്രീൻ നെറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡായിട്ട്, ഔട്ട് സൈഡിലായിട്ട് നമ്മൾ സാധാരണ തെങ്ങിൻ്റെ ഓലയാണ് വെച്ച് അത് കെട്ടി നല്ല, അത് നോക്കുന്ന രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരേപോലെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ. എല്ലാം അത് കയറി ഇറങ്ങി ഒന്നുമല്ല, എല്ലാം ഒരേപോലെ ഷേപ്പിൽ കെട്ടിയാണത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കണ്ടെങ്കിൽ നമ്മളെവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മളിവിടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം പൈസ കളഞ്ഞ് വേലിയൊക്കെ കെട്ടി, മതിൽ കെട്ടി വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ. പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് നോക്കി എന്ത് ഭംഗിയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അധികം ചിലവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല കേട്ടോ അതിനെക്കുറിച്ച്. അതും ഞാൻ എന്നെ അതിശയിച്ച് എന്തായിരിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വലിയ വീടാണ്. അതിൻ്റെ ഗേറ്റും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നിയത് ആ വീടിൻ്റെ ഫ്രണ്ട് മുതൽ ഇങ്ങനെ അറ്റം വരെ, ബൗണ്ടറി വരെ ഇതാണ് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു വീടിൻ്റെ ഭംഗി നോക്കാം. കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടൊരു ഫാം ഹൗസാണ് സംശയമുണ്ട്. അവിടുന്ന് മുതൽ കണ്ടോ എന്ത് ഭംഗിയാണ് ചെയ്തിരിക്കുന്നത് ആ വീടിൻ്റെ. പിന്നെ ഉള്ളിൽ ഇങ്ങനെ കൃഷികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പാവൽ, കോവൽ, മത്തങ്ങ, കുമ്പളങ്ങ, അങ്ങനെ പച്ചക്കറി കൃഷികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ കോടമഞ്ഞാണ്, ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. മഴയുണ്ട്, നല്ല മഴയുണ്ടായിരുന്നു, നല്ല കോടയായിരുന്നു ഇറങ്ങിയിരുന്ന സമയവും. ആ സമയം എന്ന് പറഞ്ഞാൽ കൂടെ അങ്ങനെ ഉള്ളേരിയ കൂടെ പോയി എന്ത് രസമായിരുന്നു അറിയാം. ഞങ്ങൾ യാത്ര ചെയ്തു. ഞങ്ങൾ ശരിക്കും ആ ഒരു ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ രാവിലെ ഒരു 11 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇവിടെ തെങ്ങുംതോപ്പുകൾ, ഞങ്ങൾ വൈകുന്നേരം 5-5:30 മണിയായി ഇതൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത്. നല്ല ഭംഗിയാണത് കാണാൻ. ഉള്ളേരിയൊക്കെ ആണെങ്കിലും ഇതുപോലെയൊന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്നുണ്ട് ഉള്ളേരിയ കൂടെയൊക്കെ ആയിട്ട് കാണാനൊക്കെ ആയിട്ട്. പ്രകൃതിയായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കൊല്ലങ്കോട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം, ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ തെങ്ങുംതോപ്പിലൊന്നും കാടില്ല. പാവൽ കൃഷിയാണ് കേട്ടോ. ഇതിലൊക്കെ പാവൽ, കോവൽ കൃഷിയാണ്. ഈ ഒരറ്റം മുതൽ ഒരറ്റം വരെയുണ്ട് ഇതൊക്കെ പാവൽ കൃഷി. ഇതുണ്ട്, അത് ഫുള്ള്. ഇതിൻ്റെയൊക്കെ ഞങ്ങൾ കയറിയില്ല, സമയമില്ലാത്തത് കൊണ്ട്. ഇത് മുഴുവൻ പാവൽ കൃഷിയാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. നമ്മുടെ പാലക്കാട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ കടകളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഇതുപോലെ പാവൽ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. പാവൽ ചെയ്തിട്ടുണ്ട്, കോവൽ, പിന്നെ അതുപോലെ ചെയ്തിരിക്കുന്നതാണ് അവിടെയൊക്കെ ചുരയ്ക്ക എന്ന് പറയുന്ന സംഭവം, അതൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് മുഴുവനായിട്ട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്യാവശ്യം നമ്മളെക്കൊണ്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിടിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തായാലും നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയാൽ നമ്മുടെ പാലക്കാട് തന്നെയുള്ള സ്പോട്ട് തന്നെയാണല്ലോ കൊല്ലങ്കോട്.
അടുത്ത് തന്നെയാണ്. ഒരു ദിവസം സുഖമായിട്ട് കറങ്ങാം. ഫാമിലി ആയിട്ടാണെങ്കിലും കൂട്ടുകാരെടുത്ത് കറങ്ങാനാണെങ്കിലും നല്ല സ്ഥലം തന്നെയാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ആന കയറുന്ന സ്ഥലമാണെന്ന് സംശയമുണ്ട്. ആന ഇറങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ വലുത് നല്ല ഹൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 12 അടി ഹൈറ്റിന് മുകളിലേക്കൊക്കെ ഫെൻസിങ് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ. അപ്പോൾ ഏകദേശം ചിലപ്പോൾ ആനയൊക്കെ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത്രയും വലിയ ഫെൻസിങ് കൊടുക്കണമെങ്കിൽ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിരിക്കും. അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇതൊന്നും കണ്ടില്ല അവിടെ. പക്ഷെ എന്നാലും അത്രയും വലിയ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഏകദേശം മയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെയൊക്കെ. മയിലുകളൊക്കെ ഇതുണ്ട ഫെൻസിങ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ട ഹൈറ്റ് കണ്ട, എന്ത് വലിയ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹൈറ്റിൽ ഫെൻസിങ് കണ്ട. കവുങ്ങൊക്കെ നോക്കി, തെങ്ങും കവുങ്ങും കൃഷി ചെയ്ത് നല്ല. ഇവിടെ എത്തിയപ്പോൾ മഴയൊക്കെ പോയപ്പോൾ ഞങ്ങൾ മെല്ലെ ഒന്ന് പുറത്തിറങ്ങി നിന്ന് കാറ്റൊക്കെ കൊണ്ട്, നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്. മഴയുള്ളത് കൊണ്ട് നല്ല തണുത്ത കാറ്റായിരുന്നു. നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മൾ വേറെ ടൗണൊക്കെ ആസ്വദിക്കുന്നവർക്കല്ല ഞാൻ പറഞ്ഞത്, നമ്മളിതുപോലെ ഉള്ളേരിയയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഗ്രാമങ്ങൾ ആസ്വദിക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് കൊല്ലംകോട് ആ ഭാഗങ്ങൾ. നമ്മൾ വയലിൻ്റെ ഭാഗത്തേക്കൊന്നല്ല, ഞങ്ങൾ ഇവിടുത്തെ ഉള്ളേരിയയിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഇതുപോലെ തെങ്ങ് കവുങ്ങ് കൃഷികളിങ്ങനെ അതിൻ്റെയൊക്കെയാണ് കേട്ടോ. ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കണ്ടു കഴിയാൻ.